ijmagazine പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് എങ്ങോട്ടാ അയച്ചു പോകുന്നേ? പിന്നെ ഞങ്ങൾ ഇന്ന് ചെറിയൊരു യാത്ര തിരിച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 5 മണിക്കാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. ഇപ്പൊ ഏകദേശം സമയം 6 മണിയായി. കൊല്ലം എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തിനാണ് പോണെന്നുള്ളതൊക്കെ വഴി അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ പ്രത്യേകമായിട്ട് നിങ്ങളടുത്ത് പറയാനുള്ളത്, മണാലി വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നല്ല സപ്പോർട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ കാണാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് കാണണം കേട്ടോ. പിന്നെ മണാലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. മണാലി യാത്ര, നമ്മൾ നടത്തിയ യാത്രയെ കുറിച്ച് കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ തരാം. കുറെ ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ക്ലിയർ ആക്കാം കേട്ടോ. ഞങ്ങളിപ്പോ ഈ ട്രിപ്പ് പോകുന്നത് എന്താന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മളെ വണ്ടി ഒന്ന് രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മളൊരു വെന്യൂ എടുത്തിരുന്നു, ഉണ്ടായുടെ വെന്യൂ കോഴിക്കോടാണ് രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുകൊണ്ടിരുന്നത്. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ 2 മാസം വൈകിയിരിക്കുകയാണ്. അപ്പോൾ നാളെ മറ്റന്നാളായിട്ട് രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ് ആർ ടി ഓഫീസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. എന്തായാലും ഞാൻ കോഴിക്കോടേക്ക് പോകുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വണ്ടി ഒന്ന് രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 1800 കിലോമീറ്റർ വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഓടിച്ചപ്പോൾ ഞാൻ കംഫർട്ടാണ്. വണ്ടിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ചും കൂടെ ഞാൻ ഈ വണ്ടി ഒന്ന് യൂസ്ഡ് ആയിട്ട്, ഇതുവരെ ഈ വണ്ടി ഇതേപോലുള്ളൊരു ലോങ് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് യൂസ്ഡായി ഇതിൻ്റെ ഫുൾ പെർഫോമൻസ് എന്താണെന്നുള്ള കാര്യം ഞാൻ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളെ. അപ്പോൾ വെയിറ്റ് ചെയ്യുമല്ലോ അപ്ഡേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പോകുന്ന പോക്കിൽ അല്ലെങ്കിൽ തിരിച്ചു വരുന്ന കാര്യത്തിൽ ഈ വണ്ടിയുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യവും ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അതെന്തായാലും കൊള്ളാം. നിനക്ക് മാത്രം എന്തൊരു കണ്ണില്ലേ? അങ്ങനെയാക്കിയതാണോ? ഇതാണ് ഒരു ഓക്കെ. അടുത്തത് മറ്റേ ഫാദേഴ്സ് ഡേക്ക് ഇച്ചൊരു ഇത് വരച്ചിരുന്നല്ലോ, അതെവിടെ? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചു എന്താ എഴുതിയേ? നോക്കട്ടെ, കാണുന്നില്ല. ഓക്കെ, അത് കൊള്ളാം. മോർണിംഗ് ഷാ. ഗുഡ് മോർണിംഗ്. ഇറങ്ങിയെന്നല്ലേ? ഇല്ല, ഞങ്ങള് ശരിയായില്ല, ഉറങ്ങിയിരുന്നു. എവിടേക്കോ വെച്ചിട്ട് കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങി. പെട്ടെന്ന് എണീറ്റു. ഏകദേശം 2 മണിക്കൂറൊക്കെ ഉറങ്ങിണ്ടാവും അല്ലേ? 2-3 മണിക്കൂർ ഉറങ്ങി. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങളിപ്പം കോഴിക്കോടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേയിലാണ്. ഇപ്പൊ സമയം 7 മണി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഉറക്കത്തിലാണ് ബാക്കിൽ. നമ്മൾ കോട്ടയ്ക്കൽ എത്തിയപ്പം ഏകദേശം പുലർച്ചെ 2 മണിയായി. നന്നായിട്ട് ഉറക്കം വന്ന് ഞങ്ങൾ അവിടെ വെച്ച് കിടന്നുറങ്ങി. ഇപ്പം നമ്മൾ കോഴിക്കോട് മീൻചന്ത പാസ് ചെയ്തു. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് മുന്നോട്ട് പോവാം. ഇവിടെ എത്തിയാൽ ഒരു ചായ പതിവാണ്. തന്നെ കോഴിക്കോട് വന്നാല് ഒരു ചായ അല്ലേ? അല്ല ഷാ, അത് മിസ്സാക്കാനേ പറ്റൂലല്ലേ? കലത്തപ്പം എങ്ങനെയുണ്ട്? കലത്തപ്പം ടേസ്റ്റ് ഉണ്ടോ? നമ്മളിവിടുന്ന് കൊറേ ഫുഡൊക്കെ കഴിക്കും കേട്ടോ. കഴിക്കൂലേ? ഇതൊക്കെ കഴിക്കണേ. മറ്റേ നമ്മളെ റഹ്മത്തിലെ ബിരിയാണി, ഉറപ്പായിട്ട് റഹ്മത്തിലെ ബിരിയാണി കഴിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച്. നമ്മുടെ പഴയ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ബീച്ച് അടിമുടി നവീകരിച്ചിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി കോഴിക്കോട് ബീച്ച് ആയിട്ടുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഇനോഗ്രേഷൻ ജൂലൈ 1 നടത്താനിരിക്കുന്നത്.
അപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിയിരിക്കാൻ കേട്ടോ, ഒരു ഔട്ടിംഗ് ആണ്. ഞങ്ങളിപ്പോ പോകുന്നത് കാപ്പാട് ബീച്ചിലേക്കാണ്. കാപ്പാട് ബീച്ചിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളെ വാസ്കോഡഗാമ ആദ്യമായിട്ട് കാലുകുത്തിയ സ്ഥലമാണ് കേട്ടോ. ആദ്യമായിട്ട് കാലുകുത്തി എന്ന് പറയാൻ പറ്റത്തില്ല. വാസ്കോഡഗാമ കാലുകുത്തിയ ഇന്ത്യയിലെ ഒരു സ്ഥലമാണ് ഈ പറയുന്ന കാപ്പാട് ബീച്ച്. കാപ്പാട് ബീച്ച്, അതെ. അപ്പൊ അവിടെ ഉള്ള ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഞങ്ങൾ മാത്രല്ല, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, നൗഷാദും പിന്നെ നൗഷാദിന്റെ വൈഫ് സുമിയാണ്. അവരെന്താ വെച്ചാൽ എറണാകുളത്താണ് കേട്ടോ. അവിടെ ശരിക്കും പ്ലേസ് എറണാകുളത്താണ്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ആവട്ടെ കോഴിക്കോട് എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് വെച്ച് മീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. നൗഷാദ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭയങ്കര സുഹൃത്താണ്. ഏകദേശം ഒരു 10-25 വർഷമായിട്ടുള്ള പരിചയമുണ്ട് നൗഷാദ്. അവൻ താമസിക്കുന്നത് എറണാകുളത്താണ്. ഞങ്ങൾ മിക്കവാറും ട്രിവാൻഡ്രത്തൊക്കെ വെച്ച് മിക്കവാറും കാണാറുണ്ട്. ഇപ്പം അവൻ ഈ ഖത്തറിൽ ജോലി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ മിക്കവാറും ട്രിവാൻഡ്രത്ത് വരാറുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോകാറുണ്ട്. നമ്മൾ ഒരുപാട് ഈ രണ്ട് ഫാമിലിയും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പം ഇന്നവൻ വന്നിരിക്കുക. അപ്പം ഇന്ന് അവൻ്റെ കൂടെ ഒന്ന് കൂടാം എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാൻ. ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ. അപ്പൊ പിന്നെ വിചാരിച്ചു ശരി, അപ്പൊ ഇന്നൊന്ന് മീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി വഴിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ആ ബാക്കിൽ കാണുന്ന ആ റെഡ് കാറിലാണ് അവർ വരുന്നത് കേട്ടോ. നമ്മുടെ ബാക്കിൽ തന്നെ അവരുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കാപ്പാട് ബീച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ നമ്മുടെ കാപ്പാട് ബീച്ച്. ഈ ബീച്ച് ഇപ്പോൾ ഓപ്പൺ അല്ല. നമ്മുടെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ കാരണം ആർക്കും അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. നമ്മളിതാ അങ്ങനെ റിസോർട്ടിലേക്ക് കയറുകയാണ്. നമ്മുടെ ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ വാസ്കോഡഗാമ ബീച്ച് റിസോർട്ട് വരുന്നത്. ഇനി അവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇറങ്ങ മാസ് എൻട്രി മിസ്റ്റർ നൗഷാദ്. എന്തുണ്ട് പറഞ്ഞ നൗഷാദ്? കിട്ടാൻ ചാൻസ് കുറവാണ്. അതെന്താ? ഞാൻ അങ്ങനെ എല്ലാവർക്കും കൊടുക്കാറില്ലല്ലേ? ടൈറ്റ് ഷെഡ്യൂളാണ്. ആണോ? ആയിക്കോട്ടെ, വഴി നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം. ഇതാണ് ഈ റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയ. ഇവിടെ ആരും കാണാനൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇപ്പം ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ. കാരണം ഈ ലോക്ക്ഡൗണിന് ശേഷം എല്ലാം ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ. സ്റ്റാഫൊക്കെ വളരെ കുറവാണ്. ഇന്നിവിടെ നമ്മൾ ഉൾപ്പെടെ ഒരു 3 ഫാമിലിയും കൂടിയേ റൂം എടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ വളരെ നല്ലൊരു റിസോർട്ടാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ അത്. ഒരു 1 day 2 day ഒക്കെ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ റിസോർട്ടാണ്. പിന്നെ നമ്മളെ ബീച്ചും കൂടെ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിലും നല്ലതായിരിക്കും. നിച്ചാണ് റൂം ടൂർ ചെയ്യണല്ലേ? ഓക്കെ, നിച്ചു റൂം ടൂർ. ഓക്കെ ഓക്കെ, അത് ബാഗൊക്കെ വെക്കാനായിട്ട്. ഓക്കെ, പിന്നെ okay. Also there is a bathroom. It's actually a little privacy. Okay. നമ്മൾ എടുത്തിരിക്കുന്നത് 2 ബെഡ്റൂം ഉള്ള ഒരു വില്ലയാണ് കേട്ടോ. ഇതേപോലെ തന്നെയാണ് കേട്ടോ അപ്പുറത്തെ റൂമും വരുന്നത്. ഇതേപോലെ ഡൈനിങ് സ്പേസും റൂമും ഒക്കെ ആയിട്ട് ഒരു ഡബിൾ ബെഡ്റൂം ആയിട്ടുള്ള ഒരു വില്ലയാണ് കേട്ടോ. കംഫി ബെഡ് ഉണ്ട്. നല്ലൊരു റൂമാണ് കേട്ടോ. നല്ല കിങ് സൈസ് ബെഡ് തന്നെയാണ്. 2 സൈഡിലും നൗഷങ്ങളെ എന്താ ചെയ്യണേ? ഞാനിപ്പോ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ. ആണോ? പ്രിപ്പയർ ചെയ്ത് തുറന്നെടുക്കുവാണല്ലേ? കാണുമ്പോ തന്നെ നല്ലൊരു ഫീൽ ഉണ്ട് നമുക്ക്. എങ്ങനുണ്ട്? എങ്ങനുണ്ട്? അടിപൊളിയാ? ഓ, ഭയങ്കര ചൂടാണല്ലോ. നല്ല ചൂടാണല്ലോ. പക്ഷെ കൊണ്ടാടുന്ന വിഷയമല്ല.
തോന്നിയില്ല എനിക്ക് തോന്നിയില്ല മോശമായിട്ട് ബീഫ് നല്ല ടേസ്റ്റ് കേട്ടോ. ഇഷ്ടമായില്ല പക്ഷേ ബീഫ് ക്വാളിറ്റി ഇല്ല. പിന്നെ എന്താ ഒരു കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് കഴിക്കാൻ തോന്നിയിട്ടില്ല. What happened? കണ്ടാ തിന്നാൻ ഒന്ന് കുറച്ച് ചോയുണ്ട് അല്ലേ? എനിക്കെന്തോ ഫുഡ് അടിച്ചോണ്ടിരിക്കാണ് എല്ലാം കഴിച്ചില്ല. എല്ലാം അല്ല ഒരെണ്ണം. ആണോ? നീ ഒന്നും കഴിച്ചില്ലേ? ഇല്ല. നല്ല ഫുഡ് അടി. സുമീനെ കണ്ടാലതാ കണ്ടെത്തുന്നത് മുഴുവൻ തിന്നോണ്ടിരിക്കാണ് സുമി. ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ ആയിട്ടോ. അപ്പോൾ ഏകദേശം ഒരു 7:30 ഒക്കെ ആയി. ഞാൻ നേരത്തെ എണീറ്റു. അവരാരും ഇതുവരെ എണീറ്റില്ല കേട്ടോ. ഞാൻ കുറേ നേരം കൊണ്ട് വിളിക്കുന്നുണ്ട്. അവരെ ആരും എണീക്കുന്നില്ല. ഷാനും ഇച്ചും പിന്നെ സുമിയും നൗഷാദ് ആരും എണീറ്റിട്ടില്ല. അവരപ്പുറത്തെ റൂമിലാണ്. കുറേ നേരം കൊണ്ട് ഞാനവരെ വിളിക്കുകയാണ്. അപ്പോൾ നമുക്ക് മണാലി യാത്രേനെ കുറിച്ച് പറയാം അല്ലേ? വഴിയിലും ഞങ്ങൾ ഇങ്ങോട്ട് കോഴിക്കോടേക്ക് വരുന്ന ടൈമിലും പറയാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സമയം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് അതവിടെ നിർത്തിയത്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ വഴി പറഞ്ഞുതരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഡൽഹി വരെ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ 2 days ഡൽഹി മൊത്തത്തിൽ നമ്മൾ കറങ്ങി. ആ 2 days നമ്മൾ കറങ്ങിയെന്ന് പറയുമ്പോൾ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റിയില്ല കേട്ടോ. അത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, താജ്മഹൽ കാണാൻ പറ്റാത്തത്. ഡൽഹി ടു മണാലിയിലേക്ക് ഞങ്ങൾ ട്രാവൽ ഏജൻസിയെ കോൺടാക്ട് ചെയ്തു. കാരണം എന്താ വെച്ചാൽ അത്രയും നമുക്ക് എന്തായാലും സമയവും ഇല്ല, നമുക്കെല്ലാം കാണുകയും വേണം. അപ്പോൾ ആ ഒരു ഇത് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും റോയൽ സ്കൈ പോലുള്ള ട്രാവൽ ഏജൻസിയെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണക്ട് ചെയ്യാം കേട്ടോ. എനിക്ക് മടിച്ച് പൊളിച്ചൊരു യാത്രയായിരുന്നു ഞങ്ങളുടെ മണാലി യാത്ര. ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ യാത്രയായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു 6 days ട്രിപ്പായിരുന്നു കേട്ടോ. 2 days ഡൽഹിയിലും പിന്നെ ഒരു 4 days മണാലിയിലും ആയിട്ടാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോയിൽ കണ്ടപ്പോൾ അറിയാൻ പറ്റും, നമ്മൾ റോയൽ സ്കൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രാവൽ ഏജൻസീനെയാണ് ഞങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡൽഹി വരെ നമ്മളതായിട്ടുള്ള രീതിയിലൊക്കെയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഡൽഹി ടു മണാലി വരെ ഞങ്ങൾ റോയൽ സ്കൈ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാവൽ ഏജൻസീനെ കോണ്ടാക്ട് ചെയ്തു. അവർ ത്രൂ ആണ് പോയത്. അപ്പോൾ ഞങ്ങൾ എമൗണ്ടും കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചു. കാരണം അവർ ചോദിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ ആഗ്രഹമാണ്, നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മണാലിയിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ് എല്ലാവരും ചോദിക്കുന്നതെന്ന് അറിയാം. കാരണം ഞാനും ഇതുപോലെ ആയിരുന്നു കേട്ടോ. കാരണം മണാലി പോകണമെന്ന് ആഗ്രഹം കുറേ കാലം കൊണ്ട് എൻ്റെ മൈൻഡിലുള്ളതാണ്. എറണാകുളം ടു മണാലിയിലേക്കുള്ള പാക്കേജ് വരുന്നത് 23,500 പെർ പേഴ്സണാണ് കേട്ടോ. അതിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കുറച്ച് കുറവൊക്കെ ഉണ്ട്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ സെയിം എമൗണ്ടാണ് പെർ പേഴ്സൺ വരുന്നത്. അത് വേരിയബിൾ ആയിരിക്കും കേട്ടോ. സീസൺ അനുസരിച്ചിട്ട് അത് വേരിയബിൾ ആയിരിക്കും. പാരാഗ്ലൈഡിംഗ് ഒക്കെ ലൈഫിൽ ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് സാഹസികമായുള്ള റിവർ റാഫ്റ്റിംഗ് ഒക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഇപ്പം നമ്മൾ മാത്രമാണ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അവിടേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ പാരാഗ്ലൈഡിങ് ചെയ്യുന്ന സ്ഥലത്ത് പോകേണ്ടി വരും. അപ്പം അത് നമ്മളൊരു ടാക്സി അറേഞ്ച് ചെയ്യേണ്ടി വരും. അത് പിന്നെ നമ്മളെ പ്രൈസൊക്കെ നമുക്കറിയില്ലല്ലോ, പ്രൈസൊക്കെ എങ്ങനെയാണ് എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെയൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ ഇതേപോലത്തെ ട്രാവൽ ഏജൻസി, ഇതേപോലത്തെ എന്ന് പറയുമ്പോൾ നല്ല ട്രാവൽ ഏജൻസികളെ നമ്മൾ കണക്ട് ചെയ്യണത് എപ്പോഴും നല്ലതാണ്. ഇവിടേക്ക് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. ഇതെന്താ സാധനം? നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് കണ്ടടേ. എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണില്ല അല്ലേ? ആദ്യം നമുക്ക് ഇവിടെ പോയി നോക്കാം. ഓ, ഇതിങ്ങനെ വന്നാൽ നമ്മളിവിടെ ഒരു ലോൺ ഏരിയയിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഇച്ചിരി കളിക്കാൻ കുറേ ഏരിയ ഉണ്ടല്ലോ. ലച്ചു, അങ്ങോട്ട് പോകണ്ട, അതൊക്കെ പാർക്കിംഗ് ഏരിയ. അങ്ങോട്ട് വാ. ആ, പഴുത്ത പാഷൻ ഫ്രൂട്ട് പറിച്ചതാണോ? ടേസ്റ്റ് ചെയ്ത് നോക്കുമോളെ. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്.
ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. എന്തൊക്കെയല്ല? എഗ്ഗുണ്ട്, ഓട്സ് ഉണ്ട്, ജാമുണ്ട്, തണുത്തല്ലേ ബിരിയാണി, ബട്ടറും ബ്രെഡും. കണ്ടോ ദുഷ്ടത്തി, സ്വന്തമായിട്ട് ചെയ്തിട്ട് സ്വന്തമായിട്ട് തന്നോണ്ടിരിക്കും. സ്വന്തമായിട്ട് കഴിക്കുന്നത്. കോഫി. ബ്രെഡ് ഓംലെറ്റ് ചമ്മന്തി, അപ്പേരി, ഉപ്പേരി, ചമ്മന്തി, സാമ്പാർ. രാവിലെ നൗഷാദും സുമിയും പോയി കേട്ടോ. അവർ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ പിരിഞ്ഞു. അവരെ എറണാകുളത്തേക്ക് വിട്ടു. ഞങ്ങൾ മങ്കിക്ക് മാസ്ക് വെച്ചിട്ടിരിക്കണം. നോക്കട്ടെ, നമ്മളതൊരു 1 ഡേ ട്രിപ്പാണ്. എന്തായാലും ആ 1 ഡേ ട്രിപ്പ് ഞങ്ങൾ നന്നായിട്ട് അടിച്ചു പൊളിച്ചു. കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പം ഞങ്ങൾ മീറ്റ് ചെയ്തത്. അവർക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അവർ പെട്ടെന്ന് പോയത്. ഇനി അതുപോലെ നമ്മളും ഇനിയിപ്പം വണ്ടി രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളും പോവുകയാണ്. ഒരു ദിവസം നമ്മൾ വയനാട് ഉണ്ടാവും, അത് കഴിഞ്ഞ് നേരെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരും. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നത്തെ പോലെയും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.